मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഹണി, നീ എന്താണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നുമില്ല. കള്ളം പറയാതളിയാ, നീ ആ കൈ തുറന്നു കാണിക്ക. ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. ഹണി, നീ എന്റെ അടുത്ത് മറച്ചു അല്ലേ? വെറുതെ കള്ളം പറയല്ലേ ഹണി. വാ, ജിലേബി അടിപൊളി തന്നെയാ. ഉറക്കെ പറയല്ലേ, ഇത് കേട്ടാ ഉറുമ്പുകൾ ഉടനെ എത്തും. മനസ്സിലായോ? പണ്ടേ നിനക്കൊരു കള്ള ലക്ഷണം ഉണ്ടായിരുന്നു. എന്നാ ഇപ്പൊ കള്ളനാണെന്നുള്ളത് കൺഫേം ആയി. കഴിഞ്ഞ ജന്മത്തിൽ തീർച്ചയായിട്ടും നീ ഒരു പെരുങ്കള്ളനായിരുന്നു കാണും. പോപ്പട്ടെ, അവനെ നീ കള്ളനെന്ന് പറഞ്ഞ എന്റെ സ്വഭാവം മാറും. ഇവൻ കഴിഞ്ഞ ജന്മത്തിലും കഴുത തന്നെയാ. ഇവനെ കഴുതെന്ന് മാത്രം പറഞ്ഞേക്കരുത്. കഴുതകൾ കേട്ടാൽ നിന്നെ തൊഴിക്കും. നിങ്ങളുടെ കയ്യില് രേഖകൾ വെച്ച് നോക്കിയാലേ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ ഒരു വലിയ കവിയായിരുന്നിരിക്കും. ജോത്സരെ, കഴിഞ്ഞ ജന്മത്തിൽ മാത്രമല്ല ഞാൻ ഈ ജന്മത്തിലും ഒരു കവിയാണ്. വേണമെങ്കിൽ ഒരു കവിത കേട്ടോളൂ. കണ്ടാൽ ഞാൻ സാധുവാണ്, ഉള്ളിന്റെ ഉള്ളിൽ തീയാണ്, 4 പേർക്ക് നന്മ ചെയ്യുന്നതുകൊണ്ട് എന്നും ഞാൻ ഹീറോയാണ്. ആ കൈയടിക്കേ. എന്റെ ഹണി, നീ എന്തായാലും നല്ല സമയത്ത് തന്നെ എത്തിയത്. കണ്ടോ, ഇന്ന് ഞങ്ങളുടെ വീട്ടില് ജോൾസൻ വന്നിരിക്കയാണ്. എന്താ ജോൽസിനോ? കൊഴിഞ്ഞു പോയാൽ അതിന്റെ പേര് ഓൾഡ്, ക്ലിർത്ത് വന്നാൽ അതിന്റെ പേര് ന്യൂ. നീ എന്തിനാ രാവിലെ ഇങ്ങോട്ട് വന്നത് എന്റെ മ്യാവ്? കൊല്ല് എന്നെ, കൊല്ല്. കൈയടിക്കേ. കഴിഞ്ഞ ജന്മത്തിൽ ഇയാൾ ഇതുപോലെ കവിതകൾ പറഞ്ഞ് എത്ര പേരുടെ ജീവൻ എടുത്തു കാണുമോ എന്തോ. അല്ല, അങ്ങെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആ ഹണി, നീയും നിന്റെ കൈ ജോൾസിന്റെ അടുത്തൊന്ന് കാണിക്ക്. ഇദ്ദേഹം കൈ നോക്കി കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ മുഴുവൻ പറയും. അത് വലിയ പ്രശ്നാവും. എല്ലാരും പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കഴുതിയായിരുന്നു. വരൂ വരൂ, നോമുള്ളപ്പോൾ എന്തിനാ പേടിക്കുന്നേ? കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. അല്ല, എന്തു പറ്റി ജോത്സരെ? നിങ്ങൾ എന്തിനാ ഇത്രയും വലിയ ഷോക്ക് എന്നത്? ഷോക്ക് തരാൻ മാത്രം എന്താ ഉണ്ടായെന്ന് പറയൂ ജോത്സരെ. അടിപൊളി, ഇയാൾക്ക് രാജയോഗം വന്നിരിക്കുകയാണ്. ഇയാളൊരു വലിയ രാജാവാകാൻ പോവുകയാണ്. ഞാൻ രാജാവോ? അളിയാ, ഓ, വന്നല്ലോ. ഒന്ന് നിൽക്കണം മഹാരാജാവേ. ആ റെഡ് കാർപ്പറ്റ് ഇതുവരെ നിങ്ങൾ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണ്? കഴിക്കൂ, കഴിച്ചോളൂന്നേ. ഈ റൊട്ടിക്ക് കുറച്ച് ചൂട് വേണമായിരുന്നു. എന്താ ചെയ്യാ?
ആ ഐഡിയ. ഏയ്, ഏയ്, ആ. ഓ, ഓ. ഓയ്. നന്നായിട്ട് വീശ്, കുറച്ച് നന്നായിട്ട് വീശ്. രാജാവാണ് ഞാൻ, രാജാവ്. തെറ്റിദ്ധരിക്കരുതേ. ഇതെന്തുവാണ് ഇട്ടിരിക്കുന്നത്? കാർട്ടൂൺ പാവ പോലെ ഉണ്ടല്ലോ. സംശയമുണ്ടോ? എന്താടാ സർക്കസിൽ വല്ല ജോലിയും കിട്ടിയോ? ഞാൻ രാജാവാണ്, രാജാവ്. നേരത്തെ നീ കഴുതയായിരുന്നു. നിന്റെ തലയ്ക്കകത്തെത്താ വട്ടുപിടിച്ചോ? ഇനി മേലാൽ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച നിന്നെയൊക്കെ തൂക്കിയെടുത്ത് തുറങ്കിലടയ്ക്കും. രാജാ ഹണി സിംഗിനെ ഇനി ആരും കഴുതെന്ന് പറയാൻ പാടില്ല. ഇവന് തീർച്ചയായിട്ടും വട്ട് തന്നെയാണ്. സംശയമുണ്ടോ? ഇവനെ എപ്പോഴും നമ്മൾ കഴുതെന്ന് പറഞ്ഞത് കൊണ്ട് ഇവന്റെ തലയ്ക്ക് എന്തോ പ്രശ്നമായെന്നാ തോന്നുന്നേ. മേഡം എങ്ങനെ അറിഞ്ഞാ വലിയ പ്രശ്നമായി തീരും. ഒന്നും സംഭവിക്കില്ല. അവനെ കുറച്ചായി ശരിയാക്കി എടുക്കാം. പക്ഷേ അവൻ നോർമൽ ആയില്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് അവൻ രാജാവാണെന്ന് സമ്മതിക്കണം. ആ, അവൻ എന്ത് പറയുന്നു നമുക്കതങ്ങ് സമ്മതിക്കാം. എനിക്ക് തോന്നുന്നത് നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് കാണിക്കാന്നാണ്. നിനക്കെന്താ വട്ടാണോ? ഡോക്ടർ ഉടൻ തന്നെ മേഡത്തോട് പറയില്ലേ? അപ്പൊ നമ്മൾ കാരണമാണ് അവന് വട്ടായതെന്ന് അറിയും. ബന്നി പറഞ്ഞത് ശരിയാണ്. ഹണിയെ ഗുണമാക്കേണ്ടത് നമ്മുടെ കടമയാണ്. സംശയമുണ്ടോ? ആ, ഹണി രാജാവാണെന്നുള്ള കാര്യം നമ്മൾ സമ്മതിക്കണം. എന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. ആ അല്ല, കലാപരിപാടികളൊന്നുമില്ലേ? ആ? അടിച്ചു പൊളിച്ചു തിമിർത്തു. ആരെങ്കിലും രാജാവ് ഹണി സിംഗിന് വേണ്ടി കലാപരിപാടികൾ നടത്തൂ. എന്തിനാ വേറെ ആരെങ്കിലും? നീ തന്നെ ശാസ്ത്രീയ സംഗീതം പാട്. ആ, എന്ത് ഞാനോ? എന്റെ പൊന്നോ. ഉം, ഓ, ഓ, ഓ. ഉം. ആ, ആ, ആ. ആ, നീ, ഗാ, മാ, മാ, ദാ, നീ, സാ, സരിഗമ പദനി സാ. ഏ? ഇത്രയും വൃത്തികെട്ട പാട്ടോ? രാജാവേ, ഞാൻ തത്തയല്ല കുയില. ഇത്രയൊക്കെ വരുള്ളൂ. സംശയമുണ്ടോ? ഞാൻ നിന്നെ തുറങ്കിലടയ്ക്കും. വേണ്ട, അങ്ങനെ ചെയ്യല മഹാരാജാവേ. ഞാൻ ഡാൻസ് ചെയ്യാം. ഡാൻസ് അങ്ങൊന്ന് സമാധാനിക്ക്. എന്നെ കളിയാക്കല്ലേ? നിങ്ങൾ എല്ലാവരെയും തുറങ്കിലടയ്ക്കാൻ പോവാണ്. എന്റെ മുമ്പിൽ നിന്ന് പോയിക്കോ. ഏ, ആ, ഏ. എന്താ ഇതൊക്കെ? രാജാവിന്റെ തലയിൽ കയറി ചവിട്ടുന്നോ? അതെ, രാജാവ് നീയല്ല, ഇവനാണ്. ഇവന് കൊടുക്കാനുള്ളത് കൊടുത്തോട്ടെ. രാജാവിനെ തന്നെ തല്ലുകയാണോ? അതെ അതെ, ഇവൻ വൃത്തികെട്ടൊരു രാജാവാണ്. ജനങ്ങൾക്കൊക്കെ രോഗം പരത്തുന്നവനാ. ആവശ്യമില്ലാത്ത ജോലികളൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്നവനാ. എനിക്ക് മാപ്പ് തരണേ, എന്നെ വിട്ടേക്കേ. നിന്നെ വിട്ടേക്കാം, പക്ഷെ ഞാൻ പറയുന്നത് നീ സമ്മതിക്കണം. ഇനി ഒരിക്കലും നീ ഇങ്ങോട്ട് വന്നേക്കരുത്. ഞാൻ വരില്ല. അപ്പൊ വിട്ടു. രാജാവിനെ ഓടിക്കുന്നോ? ഒരു രാജാവിനോട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? രാജാവെന്ന് വെച്ചാൽ തന്റെ പ്രജകളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അറിയണം. അവരെ രക്ഷിക്കണം, അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ ഇതുപോലൊക്കെ കിട്ടും. മനസ്സിലാക്കിയാ കൊള്ളാം. രക്ഷിക്കണേ മേഡം, എന്നെ രക്ഷിക്കണേ മേഡം. ഇവരെന്നെ തല്ലാൻ വരിക. രക്ഷിക്കണേ. എന്തിനാ തല്ലാൻ വരുന്നത്? നിന്നെ തല്ലാൻ വരുന്നതിന്റെ കാരണം എന്താന്ന് പറയ്. ഞാനൊരു നല്ല രാജാവല്ലല്ലോ, അതുകൊണ്ടാ. രാജാവോ? മാഡം,
ഇവന്റെ തലയ്ക്ക് നല്ല സുഖമില്ല. അതാ ഇവൻ കരുതിയിരിക്കുന്നതേ ഇവൻ രാജാവാണെന്നാ. കരുതിയതല്ല, ജോത്സ്യൻ എന്നോട് പറഞ്ഞതാ ഞാൻ രാജാവാണെന്ന്. എനിക്കിപ്പോ രാജയോഗ. ഏത് കള്ള ജോത്സ്യൻ പറഞ്ഞത് കേട്ടിട്ടാണ് നീ ഇങ്ങനെ കരുതിയത്? ഹണി, നമ്മുടെ രാജ്യത്തിൽ നിന്നും രാജഭരണം മൊത്തത്തിൽ തന്നെ ഇല്ലാതായിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ജനാധിപത്യമാണ്. ഇപ്പൊ ഒരു രാജാവും ഇല്ല ഹണി. ആ ജോത്സ്യൻ കള്ളമാണ് പറഞ്ഞതല്ലേ? അപ്പൊ ഞാൻ രാജാവല്ല. അങ്ങനെയല്ല ഹണി, നീ ഈ വീട്ടിൽ എന്നും രാജാവ് തന്നെയാണ്. രാജാവിന് എന്താണ് വേണ്ടത്? അദ്ദേഹത്തിനെ എല്ലാവരും സ്നേഹിക്കണം. അത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നിന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ ഏതോ ഒരു ജോത്സ്യൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും വിശ്വസിക്കാനേ പാടില്ലായിരുന്നു ഹണി. ഇതൊക്കെ വെറും കള്ളത്തരങ്ങൾ മാത്രമാണ്. ഐ ആം സോറി മാഡം, ഐ ആം സോറി. നീ സോറി പറയേണ്ടത് മാഡത്തിനല്ല, നീ സത്യത്തിൽ സോറി പറയേണ്ടത് ബന്നിക്കാണ്. പോപ്പട്ടിന്റെ ഗാനം കേട്ട് കേട്ട് ഞങ്ങളുടെ ജീവൻ തന്നെ പോവുമായിരുന്നു. നീ എങ്ങാനും യഥാർത്ഥ രാജാവായി കഴിഞ്ഞാൽ നിന്റെ പ്രജകളുടെ കാര്യമെല്ലാം പോക്കാ.